मीका की नबूवत 7वां अध्याय. मीका प्रवचനം 7-ാം അധ്യായം. He is a contemporary of Isaiah the prophet. यशायाह नबी का लगभग एक ही समय का नबी था. യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരുന്ന ആ സമയങ്ങളിൽ ജീവിച്ച പ്രവാചകനായിരുന്നു മീഖാ പ്രവാചകൻ. और यशायाह और मीका ऐसे दो भविष्यद्वक्ताएं हैं जो यीशु मसीह की जन्म की बारे में काफी कुछ बताया है. യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞ അനേക കാര്യങ്ങൾ പറഞ്ഞ രണ്ട് പ്രവാചകന്മാരാണ് യെശയ്യാ പ്രവാചകനും മീഖാ പ്രവാചകനും. उसमें मीका का नबूवत में है प्रभु यीशु मसीह की जन्म की जगह के बारे में जिक्र है. അതിലെ മീഖാ പ്രവചനത്തിലാണ് യേശുക്രിസ്തു ജനിക്കുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. लेकिन उन भागों में मैं फिलहाल नहीं चलूंगा. എന്നാൽ ആ ഭാഗത്തേക്ക് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. आज शुरू में मैंने बताया हुआ एक बात का ही थोड़ा सा बताकर समाप्त करता हूँ. ഇന്ന് ആരംഭത്തിൽ പറഞ്ഞതായ ഒരു കാര്യത്തിന്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പെട്ടെന്നിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. Our God is a father God. हमारे परमेश्वर एक पिता परमेश्वर है. നമ്മുടെ ദൈവം പിതാവായ ദൈവമാണ്. शायद आपको याद होंगे उसके बारे में सुरजीत ब्रदर के घर में एक मीटिंग में मैंने कुछ बताया था. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണും, സുർജിത് ബ്രദറിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന കൂട്ടായ്മയിൽ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുകയുണ്ടായി. परमेश्वर माता परमेश्वर नहीं है, पिता परमेश्वर है. ദൈവം എന്നത് മാതാവായ ദൈവമല്ല, പിതാവായ ദൈവമാണ്. यानी बाइबल परमेश्वर के बारे में स्त्री रूप नहीं दिया है, पुरुष रूप दिया है. വേദപുസ്തകം ദൈവത്തെ സ്ത്രീലിംഗത്തിലല്ല പറയുന്നത്, പുല്ലിംഗത്തിലാണ് പറയുന്നത്. लेकिन परमेश्वर में स्त्री पुरुष भेद नहीं भी है. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനും എന്നില്ല. परमेश्वर में स्त्री और पुरुष की भेद नहीं है. ദൈവത്തിൽ സ്ത്രീയും പുരുഷനും എന്ന ഒരു വ്യത്യാസമില്ല. लेकिन बाइबल परमेश्वर को पुरुष के रूप में बताया. എന്നാൽ ദൈവവചനം ദൈവത്തെ പുല്ലിംഗത്തിലാണ് പറയുന്നത്. कई सारे धर्म है संसार में जहां पुरुष देवता भी है और स्त्री देवियां भी हैं. അനേക മതങ്ങൾ ഈ ഭൂമിയിലുണ്ട്, അതിൽ സ്ത്രീ ദൈവങ്ങളും പുരുഷ ദൈവങ്ങളും ഉള്ളത്. लेकिन बाइबल में एक ही परमेश्वर है और वह पुरुष रूप में है. എന്നാൽ വേദപുസ്തകത്തിൽ ഒരേ ഒരു ദൈവമുള്ളത്, അത് പുരുഷനായ ദൈവമാണ്. उसका लेकिन आजकल ऐसे भी कोई कलीसिया है माता परमेश्वर को मानने वाली. എന്നാൽ മാതാവായ ദൈവത്തെ അംഗീകരിക്കുന്ന ചില സഭകളും ഇന്നുണ്ട്. या शायद आप कोई भी किसी के पास आए हो तो पता नहीं. हाँ, तो सुरजीत ब्रदर लोगों को उसका परिचय है शायद उन लोगों ने मुझे पहले भी एक बार कुछ बताया था. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തും വന്ന് കാണുമായിരിക്കാം. लेकिन उस तरह की गलत शिक्षाओं में कोई ना जाए. അങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലുകളിൽ ഒരിക്കലും പോകരുത്. वे बाइबल को भी बदलने की कोशिश कर रहे हैं, जहां परमेश्वर को ही पुरुष या मेल प्रोनाउन जो दिया है उसको फीमेल में शी करके बताते हुए. ദൈവവചനത്തെ പോലും മാറ്റി എഴുതുവാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ദൈവവചനത്തിൽ പിതാവായ ദൈവത്തെ അവൻ എന്ന് പറയുന്നിടത്ത് അവൾ എന്ന സ്ത്രീലിംഗത്തിൽ പറയുവാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു. तो उस तरह की गलतियों में न जाएं. അങ്ങനെയുള്ള തെറ്റായ പാതയിലേക്ക് നാം പോകരുത്. फेमिनिस्ट थियोलॉजी में भी उस प्रकार की कई बातें होती हैं. फेमिनिस्ट थियोलॉजी, फेमिनिज्म, എന്താണ് പറയുന്നത്, ഫെമിനിസ്റ്റുകൾ അതിനങ്ങനെയാ സാധാരണ പറയുന്നത്. എന്താ സ്ത്രീവാദം. तो कलीसिया के अंदर भी बाहर भी काफी फेमिनिस्ट लोग हैं. फेमिनिज्म या फेमिनिस्ट मूवमेंट्स सब है. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമായി ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനുവേണ്ടി വാദിക്കുന്നവരുമുണ്ട്. സ്ത്രീവാദികൾ.
तो ये सब उसकी वजह से होने वाली बातें हैं। तो बाइबल परमेश्वर को पुरुष रूप दिया है। ദൈവവചനം ദൈവത്തെ പുരുഷൻ പുല്ലിംഗത്തിലാണ് പറയുന്നത്. उसका एक मुख्य कारण परमेश्वर की सामर्थ और परमेश्वर की हर समय एक जैसा रहने की, ना बदलने की अवस्था को दर्शाने के लिए है। എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കുന്നതും യാതൊരു വ്യത്യാസവും ഭാവഭേദവും വരാത്തതും സർവശക്തിയുമുള്ള ദൈവത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്നതാണ് ആ പുല്ലിംഗം. लेकिन उसमें भी आज हम इससे ज्यादा नहीं जाएंगे। എന്നാൽ അതിലേക്കും ഇന്ന് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. हम जो गीत गाए थे, परम पिता की हम स्तुति गाए, നാം ഇന്ന് പാടുകയുണ്ടായി പരമപിതാവിന് സ്തുതി പാടാം. कि क्या है परमेश्वर की स्तुति करने का, परमेश्वर की महिमा करने का कारण। ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമുള്ള കാരണം എന്താണ്? परमेश्वर की स्तुति का मुख्य वजह हमने देखा कि मैंने बताया भी कि परमेश्वर की उद्धार है या उद्धार करने की कार्य है। ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമുള്ള പ്രധാന കാരണം കർത്താവ് നമ്മുടെ രക്ഷകനാണ്, ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തിയെ ഓർത്താണ്. अवश्य ही परमेश्वर हमारे शरीर, हमारे भौतिक जिंदगी के लिए कई बातें भलाइयां की है। നമ്മുടെ ഭൗമിക ജീവിതത്തിൽ തീർച്ചയായും കർത്താവ് അനവധിയായ നന്മകൾ ചെയ്തിട്ടുണ്ട്. लेकिन हर समय ये जरूरी नहीं कि हमारे भौतिक जीवन में परमेश्वर भलाई आश्चर्यकर्म करते रहें। എല്ലായ്പ്പോഴും നമ്മുടെ ഭൗമിക ജീവിതത്തിൽ നന്മയും ആശ്ചര്യ പ്രവൃത്തികളും ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. हमेशा परमेश्वर हमारे लिए कोई उपकार करते रहें जरूरी नहीं। എപ്പോഴും ദൈവം നമുക്ക് നന്മകൾ മാത്രം ചെയ്യുക എന്നുള്ളത് നിർബന്ധമില്ല. कभी प्रभु हमें चंगा कर सकता है, कभी नहीं। ചിലപ്പോൾ ദൈവം നമ്മെ സൗഖ്യമാക്കും, ചിലപ്പോൾ ഇല്ല. कभी परमेश्वर हमें दुष्टों के या शत्रुओं के हाथों से बचाएंगे, लेकिन कभी नहीं। ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് ചിലപ്പോൾ ദൈവം നമ്മെ വിടുവിക്കും, ചിലപ്പോൾ ഇല്ല. पौलुस की ही जिंदगी में कितने बार उनकी जान की खोजियों के हाथों से परमेश्वर ने बचाया था उसे। പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ അനേകം തവണ തന്റെ ജീവന് ഭീഷണിയായിരുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിച്ചു. लेकिन एक समय ऐसा आया, वो बंदी बनाया गया। എന്നാൽ ഒരു സമയം അങ്ങനെ വന്നു, അവനെ ബന്ധിക്കപ്പെട്ടവനായി കൊണ്ടുപോയി. और एक समय में वो शहीद बन गया। എന്നാൽ വേറൊരു പ്രാവശ്യം അവൻ രക്തസാക്ഷിയായി തീർന്നു. तो ये सब संभव है। ഇതെല്ലാം സംഭവിക്കാം. तो केवल भौतिक बातों ही के लिए हम परमेश्वर का धन्यवाद करते रहें तो शायद हमेशा ये संभव नहीं है। നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഭൗമിക നന്മകളെ മാത്രം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് എല്ലായ്പ്പോഴും സാധ്യമാകുകയില്ല. लेकिन विशेष दो बात है, हम परमेश्वर का स्तुति, धन्यवाद, महिमा നിരന്തർ कर सकें। എന്നാൽ പ്രത്യേകാൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് നാം ദൈവത്തിന് എപ്പോഴും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടിരിക്കുക. पहला कार्य है, ഒന്നാമത്തേത് परमेश्वर जो है, बिकॉज व्हाट ही इज, परमेश्वर के अस्तित्व के कारण परमेश्वर जो हैं उस वजह से हम परमेश्वर की स्तुति നിരന്തർ कर सकेंगे। ദൈവം ആരായിരിക്കുന്നുവോ ദൈവത്തിന്റെ അസ്തിത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Who he is or what he is, because of his being, परमेश्वर की अस्तित्व क्या वो है और कौन वो है, इस वजह से। ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവത്തിന്റെ അസ്തിത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. उसमें कोई फेरबदल नहीं है, അതിൽ ഒരു വ്യത്യാസവുമില്ല. इसलिए इब्रानियों का लेखक बताता है, वह कल, आज और युगानुयुग तक एक सा है। അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, എന്നേക്കും അനന്യനായ ദൈവമാകും. तो परमेश्वर की व्यक्तित्व में
अस्तित्व में, आस्तिकता में कोई फेरबदल नहीं है. ദൈവത്തിന്റെ വ്യക്തിത്വത്തിനും അസ്തിത്വത്തിനും ഒരു വ്യത്യാസവും ഒരിക്കലും ഉണ്ടാകുകയില്ല. हर समय वो एक सा है. എല്ലാ സമയത്തും അവൻ ഒരുപോലെയാണ്. हर मौसम में वो एक सा है. എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ. हर परिस्थिति में, हर संस्कृति में वो एक सा है. എല്ലാ പരിതസ്ഥിതിയിലും എല്ലാ സംസ്കാരങ്ങളിലും അവൻ ഒരുപോലെയാണ്. परमेश्वर जो है, उस परमेश्वर को उस वजह से हम महिमा करने वाले हो. ദൈവം എന്തായിരിക്കുന്നുവോ ആരായിരിക്കുന്നുവോ അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. तो दूसरी बात परमेश्वर की स्तुति करने का वो है कि परमेश्वर का उद्धार का कार्य के लिए. രണ്ടാമത്തെ കാര്യം ദൈവത്തെ സ്തുതിക്കേണ്ടതിനുള്ളത് ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയെ ഓർത്ത്. क्योंकि उसने हमें उद्धार दिया है. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മെ രക്ഷിച്ചു. उद्धार दिया? हेलो, उद्धार दिया? हाँ या ना? क्या है उद्धार? എന്താണ് രക്ഷ? कुछ हफ्ते पहले भी मैंने बताया था आपको, ചില ആഴ്ചകൾക്ക് മുമ്പ് പറയുകയുണ്ടായി. याद है? क्या है उद्धार? क्या रोहन? सैम? बहुत महीनों के बाद आया ना? क्या रूफस? उद्धार कोई भी? What is salvation? Okay, good. कब था? 10th मार्च. उद्धार क्या है? രക്ഷ എന്നാൽ എന്താണ്? अभी लेटेस्ट है, पिछले हफ्ते था 10th मार्च, मतलब लास्ट संडे. उसके भी कुछ दिन पहले मैंने बताया था उसी बात को. അതിനെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഇതേ കാര്യം പറയുകയുണ്ടായി. उद्धार, उसको मैं आज ऐसे बताना चाहूंगा. രക്ഷ എന്നതിനെ ഞാൻ ഇന്ന് ഇപ്രകാരം പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. Deliverance or removal of the worst and bestowing of the best. यानी सबसे बुरा और खतरे से मिलने वाला, दिए जाने वाला छुटकारा और सबसे उत्तम चीज का बख्शे जाना. या सबसे जो बुरा है, सबसे जो खतरा है, उससे मिलने वाला छुटकारा. നമുക്ക് ഏറ്റവും ഭീഷണിയുള്ളതും ഏറ്റവും വൃത്തികെട്ടതുമായ ഒരു കാര്യത്തിൽ, ദോഷകരവുമായ ഒരു കാര്യത്തിൽ നമ്മെ വിടുവിക്കുക. और सबसे उत्तम चीज हमें सेहत में देना. ഏറ്റവും ഉത്തമമായത് നമുക്ക് നൽകുക. ये दोनों जब मिलेंगे तब उद्धार कहा जा सकता है. ഇത് രണ്ടും ചേരുമ്പോഴാണ് അതിനെ രക്ഷ എന്ന് പറയുന്നത്. डिलीवरेंस और रिमूवल ऑफ द वर्स्ट, सबसे खतरे को, सबसे बुरी बात को हमसे हटा देना. ഏറ്റവും നമുക്ക് ഭീഷണിയായിരിക്കുന്ന കാര്യത്തെ നമ്മിൽ നിന്നും മാറ്റുക. और हमको सबसे बुरे से, बुराई से, खतरे से बचाना. ഏറ്റവും വലിയ ഭീഷണിയിൽ നിന്നും ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയിൽ നിന്നും നമ്മെ വിടുവിക്കുക. ഏറ്റവും നികൃഷ്ടമായതിൽ നിന്നും, ഏറ്റവും ഭീകരമായതിൽ നിന്നും നമുക്ക് നൽകപ്പെടുന്ന മോചനം, और
ഏറ്റവും ഭീകരവും നികൃഷ്ടവുമായതിനെ നമ്മിൽ നിന്നും എടുത്തു മാറ്റുന്നത്. सो ये दोनों बात होता है, रिमूवल, हमारे ऊपर आने वाली उस सबसे बड़ी विपत्ति को हटा देना, हमको उसमें से बचा देना. നമ്മുടെ മേൽ വരുവാനിരിക്കുന്ന ഏറ്റവും വലിയ അപകടത്തെ നമ്മിൽ നിന്നും മാറ്റി നമ്മെ അതിൽ നിന്ന് രക്ഷിക്കുക. और दूसरा पहलू है, രണ്ടാമത്തെ വശം, सबसे उत्तम हमें प्रदान करना. ഏറ്റവും ഉത്തമമായത് നമുക്ക് നൽകും. उसका एक साधारण सा परिभाषा हम भजन 40 में देखते हैं. അതിന്റെ ഒരു സാധാരണമായ നിർവചനം 40-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. पहला वचन, ഒന്നാമത്തെ വാക്യം, सत्यनाश की गड्ढे से मुझे उभारा. देखा, पहला हम जो सबसे बड़ी विपत्ति में पड़े थे, सत्यनाश की गड्ढा और दलदल की कींच, उसमें से हमें निकाला. ഏറ്റവും അപകടകരമായ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ കയറ്റി. यह है डिलीवरेंस, ഇതാണ് സ്വാതന്ത്ര്യം, छुटकारा. यह है വിടുതൽ. ഇതാണ്. और उसके बाद और मेरे पैरों को चट्टान पर खड़ा करके दृढ़ किया है. എന്റെ കാലുകളെ പാറമേൽ നിർത്തി സ്ഥിരമാക്കി. बख्शा है, बस्टो किया है हम पर, നമ്മുടെ മേൽ അവൻ കരുണ തോന്നി. कि हमको उभारा ही नहीं दलदल से, लेकिन चट्टान पर लाया है. നമ്മെ ചേറ്റിൽ നിന്ന് കയറ്റിയത് മാത്രമല്ല, പാറമേൽ അവൻ നമ്മെ നിർത്തുകയും ചെയ്തു. हमको केवल सत्यनाश की गड्ढे से उभारा ही नहीं, परंतु चट्टान पर हमारे पांवों को स्थिर किया है. നാശകരമായ കുഴിയിൽ നിന്ന് നമ്മെ അവൻ കയറ്റിയത് മാത്രമല്ല, പാറമേൽ അവൻ നമ്മെ നിർത്തുകയും ചെയ്തു. यह उद्धार. ഇതാണ് രക്ഷ. तो परमेश्वर हमको आने वाली इटर्नल कंडेमनेशन, अनंत दंड से छुड़ाया. ദൈവം നമുക്ക് മേൽ വരുവാനിരുന്ന നിത്യമായ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. शिक्षाविधिയിൽ നിന്ന്. वो हुआ है. अनंत दंड से हमको प्रभु ने बचाया. നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. परमेश्वर की क्रोध से हमको छुड़ाया. ദൈവ ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. हम पर परमेश्वर की क्रोध भड़कने वाला था. നമ്മുടെ മേൽ ദൈവത്തിന്റെ ക്രോധം ചൊരിയുവാനായിരുന്നതാണ്. रोमियो റോമാലേഖനം 1:15 को पढ़ें. റോമാലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. 15 नहीं, उसकी 18 को पढ़िए. 18. हाँ. क्या प्रकट होता है? क्या प्रकट होता है? अधर्म. परमेश्वर का क्रोध. पढ़ने वाले बिल्कुल ध्यान देना, और कोई ना बोले तो भी पढ़ने वालों को बोलना होगा क्या पढ़ा है. ठीक है ना? तो क्या है? क्या प्रकट होता है? परमेश्वर का क्रोध. कहां से? स्वर्ग से प्रकट होता है. ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. मतलब हम पर भी परमेश्वर का क्रोध प्रकट होना या फिर भड़कना था. അതിന്റെ അർത്ഥം നമ്മുടെ മേലും ദൈവത്തിന്റെ കോപം ചൊരിയപ്പെടുവാൻ ഇടയാകുമായിരുന്നു. We were prey of the wrath of God. परमेश्वर की क्रोध के हम शिकार थे. ദൈവ ക്രോധത്തിന്റെ ഇരകളായിരിക്കാമായിരുന്നു നാം. लेकिन उसको हमसे रिमूव किया. रिमूवल ऑफ दैट. उस
स्थिति को हमसे हटाया। ആ സ്ഥിതിയെ നമ്മിൽ നിന്നും ദൈവം മാറ്റി. हम परमेश्वर के शत्रु थे, उस स्थिति को हटाया। നാം ദൈവത്തിന് ശത്രുക്കളായിരുന്നു, അതും നമ്മിൽ നിന്ന് മാറ്റി. तो इस तरह की तमाम बुरी बात हम पर बीतना था। परमेश्वर की क्रोध, दंड, शत्रुत्व, सत्य, हमेशा का विनाश, इन सब को हमसे हटाया, हमको उन सब से बचाया। ദൈവത്തിന്റെ ക്രോധവും ദൈവത്തിന്റെ ശത്രുത്വവും എല്ലാം നമ്മുടെ മേൽ ചൊരിയാമായിരുന്നു. എന്നാൽ അത് നമ്മിൽ നിന്നും മാറ്റി കർത്താവിന്റെ കരുണ നമ്മുടെ മേൽ ചൊരിഞ്ഞു. उद्धार का पहला हिस्सा वो है, രക്ഷയുടെ ആദ്യത്തെ ഭാഗം അതാണ്. और दूसरा हिस्सा है कुछ हम पर बख्शा है, कुछ हम पर दिया है। രണ്ടാമത്തെ ഭാഗം ഇത് നമ്മിൽ നിന്ന് മാറ്റി ചിലത് നമ്മുടെ മേൽ ചൊരിഞ്ഞു. क्या दिया है हमें? എന്താണ് നമുക്ക് തന്നത്? हमें मिला हुआ सबसे बढ़िया बात, सबसे उत्तम चीज क्या है? നമുക്ക് ലഭിച്ച ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ്? सामुएल, वही उद्धार की परिभाषा देख रहे हैं हम। अभिषेक, नहीं तो सिमरान बताएगी। अन्नू, थोड़ा शक है, नहीं तो हिम्मत से बोल देती। हमको जो परमेश्वर ने बख्शा वो है अडॉप्शन, या फिर परमेश्वर की संतान होने का अधिकार। ദൈവത്തിന്റെ മക്കൾ, പുത്രി പുത്രന്മാരാകുവാനുള്ള അധികാരം നമ്മുടെ മേൽ തന്നു. परमेश्वर ने हमें अपना संतान बनाया। ദൈവം നമ്മെ തന്റെ സ്വന്തം മക്കളാക്കി. हम पहले कौन थे? നാം ആദ്യം ആരായിരുന്നു? शत्रु, ശത്രുവായിരുന്നു. लेकिन अब हम എന്നാൽ ഇപ്പോൾ संतान हैं। പുത്രന്മാരായി. ये भी पिछले हफ्ता बोला था। हम शत्रु थे, लेकिन अब हम संतान बने। നാം ദൈവത്തിന് ശത്രുക്കളായിരുന്നു, എന്നാൽ നാം ഇപ്പോൾ മക്കളായി. इसीलिए हम अपने परमेश्वर को हे अब्बा, हे पिता करके पुकारते हैं। അതുകൊണ്ട് നാം നമ്മുടെ ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് വിളിക്കും. अब्बा का मतलब क्या है वीना? हमेशा तो ए अब्बा अब्बा बोलती रहती है ना। आज भी प्रार्थना में कितने बार अब्बा बोली? क्या है अब्बा का मतलब जी? अपने पापा को अपने बच्चे प्यार आदर से जो संबोधित करता है वो है अब्बा। സ്വന്തം പിതാവിനെ സ്നേഹത്തോടും ബഹുമാനത്തോടും വിളിക്കുന്ന പേരാണ് പിതാവ് എന്നുള്ളത്. अब्बा, അബ്ബാ എന്നുള്ളത്. पिता जो है ऑफिशियली हो जाता है, एक औपचारिकता है। दिस इज माय फादर, ऐसे करके। പിതാവ് എന്ന ശബ്ദം ഔപചാരികമായി നാം പ്രയോഗിക്കുന്നതാണ്. अंश, इनको हेलो माय डियर फादर बुलाते हैं ना? हेलो माय डियर फादर नहीं बुलाते? फिर पप्पा बुलाते हैं। आशीष, इन बच्चों को आप ऐसे सिखाते हो मुझे बुलाना डियर फादर? नहीं ना? फादर, पिता जो है औपचारिक तौर पर है, ഔപചാരികമായി വിളിക്കുന്ന പേരാണ് പിതാവ് എന്നുള്ളത്. लेकिन अब्बा व्यक्तिगत है। എന്നാൽ അബ്ബ എന്ന ശബ്ദം വ്യക്തിപരമായ രീതിയിൽ വ്യക്തിബന്ധത്തെ കുറിച്ച് കാണിക്കുന്നു. अरामाइक है। अरामी भाषा में अपने पापा को, अपने पिता को बिल्कुल व्यक्तिगत इंटिमेसी में, उस घनिष्ठ रिश्ते में संबोधित करता है अब्बा। അരാമ്യ ഭാഷയിൽ പിതാവുമായുള്ള നല്ല ബന്ധത്തെ കാണിക്കുന്ന പേരാണ് അബ്ബ എന്നുള്ളത്. तो परमेश्वर को हम केवल पिता ही नहीं परंतु अब्बा करके बुलाने लायक परमेश्वर के निज संतान हुए हैं। ദൈവത്തെ കേവലം പിതാവെന്നല്ല, അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അധികാരം ദൈവം നമുക്ക് തന്നു.
तो ये दोनों जब मिलेंगे तब है उद्धार. ഇത് രണ്ടും ചേരുമ്പോഴാണ് രക്ഷ എന്നുള്ളതാകുന്നത്. क्या क्या? എന്തെല്ലാം? हम पर आने वाले परमेश्वर की क्रोध और दंड से छुटकारा, നമ്മുടെ മേൽ ചൊരിയുവാനിരുന്ന ക്രോധത്തിൽ നിന്നും നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ, और परमेश्वर के संतान होने का अधिकार हम पर बख्शे जाना. ദൈവത്തിന്റെ പുത്രി പുത്രന്മാരാകുവാനുള്ള അധികാരം നമ്മുടെ മേൽ ചൊരിഞ്ഞു. So the deliverance and removal of the worst and bestowing of the best, ये दोनों जब मिलेंगे तब उद्धार होता है. ഇത് രണ്ടും ചേരുമ്പോഴാണ് രക്ഷ എന്നുള്ളതാകുന്നത്. हमें मिला है, നമുക്ക് ലഭിച്ചോ? मिला है. तो इसके लिए हम हमेशा प्रभु का धन्यवाद करते रहे. നമുക്കിത് ലഭിച്ചെങ്കിൽ ദൈവത്തിന് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. जब हम बीमार रहे तब भी, നാം രോഗിയായിരിക്കുമ്പോഴും, घर में कोई मृत्यु हो जाए तब भी, ഭവനത്തിൽ ആരെങ്കിലും മരിച്ചാലും അന്നേരവും, नौकरी चली जाए तब भी, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാലും, हम भूखे हो, कपड़े नहीं हमारे पास, रहने की स्थान नहीं, तब भी, നാം വിശന്നിരിക്കുമ്പോഴും, നമ്മൾക്ക് ധരിക്കുവാൻ വസ്ത്രമില്ലാത്തപ്പോഴും, താമസിക്കുവാൻ ഇടമില്ലാത്തപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. क्योंकि इस उद्धार का अनुभव एक अवस्था है. इट्स ए स्टेट दैट ऑल्सो ए स्टेट स्टैटिक, निरंतर बने रहने वाला एक अवस्था है. ഈ രക്ഷയുടെ അവസ്ഥ, രക്ഷ എന്ന് പറയുന്നത് നിരന്തരമായി നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. अब इस उद्धार में भी, अभी हम बता रहे थे, परमेश्वर का स्तुति, धन्यवाद, महिमा करने का दो विशेष बात. നാം ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി ദൈവത്തിന് സ്തുതിയും മഹത്വവും കൊടുക്കേണ്ടതിനുള്ള രണ്ട് കാര്യങ്ങൾ. पहला ഒന്നാമത്തേത് सिस्टर्स बताएं, दूसरा ब्रदर्स बताएंगे. या पहला, जोर से बोले, किसी भी भाषा में बोल दीजिए. Because of what God is, or because of His being, परमेश्वर जो है और किया है उस वजह से. दूसरा भाई लोग, because of His done salvation, परमेश्वर की उद्धार की वजह से. ठीक है, अब एक और चीज बोलकर मैं समाप्त करता हूं. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടും. इस उद्धार में सबसे बड़ी बात क्या है? ഈ രക്ഷയിൽ ഏറ്റവും മൂല്യതയേറിയ കാര്യം എന്താണ്? सबसे पहले मैंने 4 बात बताया था. ആദ്യം ഞാൻ 4 കാര്യങ്ങൾ പറയുകയുണ്ടായി. याद है शरीर? हाँ, या 4 बात मैंने वहां बताया था कि परमेश्वर हमारे पापों को क्षमा करता है. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. दूसरा, अनुग्रह करके हमको कुछ बख्शते हैं. നമ്മുടെ മേൽ കരുണ തോന്നി, കൃപ തോന്നി നമ്മുടെ മേൽ ചിലത് തരുന്നു. जिसके लिए हम योग्य नहीं वो हमको देता है. നാം യോഗ്യരല്ലായിരുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നു. तीसरा, करुणा करके कुछ बातें जिसके लिए हम योग्य थे हमसे रद्द करते हैं. നമ്മോട് കരുണ തോന്നി നാം യോഗ്യരായിരുന്ന കാര്യങ്ങളെ നമ്മിൽ നിന്നും മാറ്റുന്നു. നമുക്ക് അർഹമായത് ചിലത് തരാതിരിക്കുന്നു. और चौथी बात हमने देखा कि पाप को ही हमसे हटा देता है. നാലാമത്തെ കാര്യം പാപത്തെ തന്നെ നമ്മിൽ നിന്നും മാറ്റുന്നു. वो जो मैंने आपको बताया था, उसके बाद जब गीत गाए उसी कड़ी को, तो मेरा अंदर हंस उबल रहा था. ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പാട്ട് പാടുമ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ സന്തോഷമുണ്ടായി. हमारे पापों को ऐसे हटाया है जैसे उदयाचल अस्ताचल से दूर है. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. पूरब और पश्चिम कब कब आपस में मिलेंगे? കിഴക്കും പടിഞ്ഞാറും ഒരിക്കലെങ്കിലും തമ്മിൽ കാണാറുണ്ടോ? कभी नहीं. ഒരിക്കലുമില്ല. अगर ऐसा है तो प्रभु हमसे हटाने वाले पापों को फिर कभी हम देख नहीं पाएंगे.
അങ്ങനെയെങ്കിൽ ദൈവം നമ്മിൽ നിന്നും അകറ്റുന്നതായ പാപങ്ങൾ പിന്നീട് ഒരിക്കലും കാണുവാൻ കഴിയുകയില്ല. आपने ध्यान दिया, हमने पढ़ा हुआ मीका 7 में एक भाग, നിങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായോ, നാം വായിച്ച മീഖാ പ്രവചനം 7-ാം അധ്യായത്തിൽ നിന്ന് हमारे परमेश्वर के अनुपमता का एक विषय वहां पर है. നമ്മുടെ ദൈവത്തിന്റെ അനുപമതയെ കുറിച്ച് ഒരു കാര്യം അവിടെ പറയുന്നു. Verse number 18. 18-ാമത്തെ വാക്യം. हमारे परमेश्वर की अनुपम स्थिति में एक है, वो पापों को क्षमा करने वाला है. നമ്മുടെ ദൈവത്തിന്റെ അനുപമതയിൽ ഒന്നാമത്തേതാണ് അവൻ പാപത്തെ ക്ഷമിക്കുന്നു. पापों को क्षमा करने वाला और कोई परमेश्वर नहीं है. പാപത്തെ ക്ഷമിക്കുന്ന വേറൊരു ദൈവവുമില്ല. परमेश्वर का सबसे बड़ा अधिकार है पापों को क्षमा करने का अधिकार. പാപത്തെ ക്ഷമിക്കുവാനുള്ള അധികാരമാണ് ദൈവത്തിനുള്ള ഏറ്റവും വലിയ അധികാരം. इससे पहले भी मैंने आपसे सवाल किया हूं. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയുണ്ടായി. 2 तख्त है, 2 सिंहासन. 2 സിംഹാസനങ്ങൾ. एक में एक इरेसर लेकर के बैठा हुआ एक जन, दूसरे में बंदूक लेकर बैठा हुआ एक. ഒരു സിംഹാസനത്തിൽ റബ്ബറുമായി ഇരിക്കുന്ന ഒരു വ്യക്തിയും അടുത്ത സിംഹാസനത്തിൽ തോക്കുമായി നിൽക്കുന്ന ഒരു വ്യക്തിയും. हम इनमें से किससे ज्यादा डरेंगे? നാം ഇതിൽ ഏത് വ്യക്തിയെ പേടിക്കും? क्यों जोहान? बंदूक वाले से ना, क्योंकि वो गोली मार दिए तो, है ना अभिषेक? क्यों आशीष? किससे डरना चाहिए? बंदूक वाले से, है ना? क्या शर्र? शिमरा किससे? बंदूक हटा करके छड़ी दे दे तो? क्यों जानवी? बंदूक हटा करके छड़ी दे दे, लठ दे दे, क्यों शोभा? उतना ही नहीं, थोड़ा गुस्सा से देख ही लें तो भी हमारा तकलीफ है ना. लेकिन जॉन किससे डरेगा? वही है ना, सबने बोल दिया तो हमारा भी कीजिए. किससे डरना चाहिए? ആരെയാണ് പേടിക്കേണ്ടത്? मिटाने वाले से डरना चाहिए. മായ്ക്കുവാനിരിക്കുന്ന വ്യക്തിയെയാണ് നാം പേടിക്കേണ്ടത്. बंदूक वाले से डरना ही नहीं. തോക്കും കൊണ്ടിരിക്കുന്ന വ്യക്തിയെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. क्यों? എന്തുകൊണ്ടെന്നാൽ अगर क्षमा करने वाला, मिटाने वाला मिटाया नहीं तो ही बंदूक वाले के पास भेजे जाएंगे. ഇവിടെ നമ്മുടെ മായ്ച്ചു കളയുന്ന വ്യക്തി നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമേ തോക്കുമായി നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടതുള്ളൂ. भजन 103 का दूसरा पद को पढ़िए. 130 का 130 സങ്കീർത്തനം 2-ാം വാക്യം. हाँ पढ़ो आगे. कौन सा है वो? पहला पद पढ़ा. हाँ, हे या माने यहोवा, यदि तू अधर्म की कामों की लेखा ले, हे प्रभु कौन तेरे सामने खड़ा रह सकता है? अगला वचन, परंतु हमारे पास इतने पाप है कि गिनी नहीं सकते, तो भी तू क्षमा करने वाला है, जिससे तेरा भाई माना जाए. हालेलुया. यदि परमेश्वर हमारे अपराधों की लेखा ले तो हम कोई परमेश्वर के सामने खड़े रह पाएंगे? യഹോവ നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ നാം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുമോ നമുക്ക്? कभी भी नहीं.
ഒരിക്കലുമില്ല, किसी को भी नहीं। ആർക്കും കഴിയുകയില്ല. लेकिन यहां भजनगार बोला है तू क्षमा करने वाला है। എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, നീ പാപങ്ങളെ ക്ഷമിക്കുന്നവനാകുന്നുവെന്ന്. तू क्षमा करने वाला है जिससे तेरा भय माना जाए। നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനായതുകൊണ്ട് നമുക്ക് അവനെ ഭയപ്പെടാം. പ്രൈസ് ഗോഡ്. നിന്നെ ഭയപ്പെടേണ്ടതിന് നിന്റെ പക്കൽ വിമോചനമുണ്ട്. സ്തോത്രം. तो ये है हमारे परमेश्वर क्षमा करता, वो है हमारे परमेश्वर का सबसे बड़ा अधिकार. ദൈവത്തിന്റെ ഏറ്റവും വലിയ അധികാരമാണ് നമ്മുടെ പാപത്തെ നമ്മിൽ നിന്ന് ക്ഷമിക്കുന്നു. इसीलिए बंदूक वाले को बाद में हक मिलेगा यदि पाप मिटाने वाला, क्षमा करने वाला छोड़ दे. वो क्षमा कर दिया तो बंदूक वाला वहीं बैठा रहेगा, कुछ नहीं कर सकता. പാപത്തെ ക്ഷമിക്കുന്നവൻ നമ്മിൽ നിന്നും മായ്ച്ചു കളയുന്ന വ്യക്തി നമ്മെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമ്മെ കൊല്ലുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പോകുവാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. लेकिन हमने आज देखा क्षमा से भी बढ़कर एक चीज है. എന്നാൽ നാം ഇന്ന് കാണുകയുണ്ടായി, ക്ഷമ, ഈ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു എന്നതിലും അപ്പുറമായൊരു ശബ്ദമുണ്ട്. क्या है? എന്താണ്? अधर्म को हमसे, वो क्षमा करने से बढ़कर है बोला तो, हाँ, अधर्म को हमसे दूर करते हैं. അതിക്രമത്തെ നമ്മിൽ നിന്നും ദൂരെ മാറ്റിക്കളയുന്നു. कितने? भजन 103 में हमने देखा कि जैसे आसमां पृथ्वी के ऊपर है वैसे प्रभु की करुणा हम पर बड़ा है. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ തന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. और दूसरी बात है, രണ്ടാമത്തെ കാര്യം, उदयाचल और अस्ताचल जैसे अलग है वैसे परमेश्वर हमारे अपराधों को हमसे दूर किया है. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്നും അകറ്റിയിരിക്കുന്നു. अब मीका में आएंगे. ഇനി മീഖയിലേക്ക് വരാം. शरिन वर्स नंबर 19. 19ാമത്തെ വാക്യം. He will subdue our iniquity and God will cast all our sins into the depths of the sea. परमेश्वर हमारे अपराधों को फ्रिज में रखेंगे, फिर कहां? समुद्र की गहराई में डाल देगा. നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. उसके बारे में भी आपको मालूम होंगे. അതിനെപ്പറ്റി നിങ്ങൾക്കറിയാമായിരിക്കാം. वो भी एक बार मैंने बताया था. ഒരു പ്രാവശ്യം ഞാനത് നിങ്ങളോട് പറയുകയുണ്ടായി. शायद आपको मालूम हो कि सबसे जो समुद्र में भी गड्ढे होते हैं. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, സമുദ്രത്തിന്റെ അടിയിലും വലിയ കുഴികളുണ്ട്. इतने बड़े गड्ढे भी होते हैं कि बड़े पहाड़े में उसमें डालो तो भी पता नहीं चलेगा. വലിയ പർവ്വതങ്ങൾ ആ കുഴിയിൽ ഇട്ടാൽ പോലും കാണുവാൻ കഴിയാത്ത വിധം ആഴമുള്ള കുഴികളുണ്ട്. अभी वैज्ञानिक दुनिया को मालूम सबसे गहरी गड्ढा आपको पता है. സയൻസ് പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള സ്ഥലം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. या कौन सा है? मैरियाना ट्रेंच. कौन से समुद्र में है? पैसिफिक में. पैसिफिक ओशन में, पैसिफिक महासागर में एक ऐसी गड्ढा है जिसको वैज्ञानिकों ने नाम दिया है मैरियाना ट्रेंच करके. പസഫിക് സമുദ്രത്തിൽ വൈജ്ഞാനികന്മാർ പേര് കൊടുത്തിരിക്കുന്ന ഒരു ആഴമേറിയ സ്ഥലമുണ്ട്, മരിയാന ട്രെഞ്ച്. उसकी गहराई कितना है? അതിന്റെ ആഴം എത്രയാണ്? लगभग 11 किलोमीटर है. ഏകദേശം 11 കിലോമീറ്റർ. 10 किलोमीटर 10.9029 कुछ है.
मतलब लगभग 11 किलोमीटर गहरा है वो समुद्र की गड्ढा। 11 കിലോമീറ്ററോളം ആഴമുള്ളതാണ് ആ സമുദ്രത്തിലെ കുഴി. और पृथ्वी पर की सबसे ऊंची चोटी कौन सी है? ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്? या सबसे ऊंची चोटी है एवरेस्ट। എവറസ്റ്റ്. उसकी ऊंचाई कितना है? 8 लगभग 8 किलोमीटर है। ഏകദേശം 8 കിലോമീറ്റർ. 8 पॉइंट समथिंग है, एक करीब 9 किलोमीटर के आसपास। तो ये सबसे बड़ी चोटी हिमालय पर्वत की ऊपर चोटी एवरेस्ट को उखाड़कर ये मैरियाना ट्रेंच में डाल दे, फिर भी करीब 2 किलोमीटर की पानी ऊपर रहेगा। ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയെ മൂടോടെ പിഴുത് ഈ കുഴിയിലിട്ടാലും 2 കിലോമീറ്ററോളം വീണ്ടും ബാക്കിയുണ്ടാകും. അത്ര ആഴമുള്ള കുഴിയാണിത്. यहाँ मीका नबी सालों पहले प्रभु यीशु मसीह के जन्म से करीब करीब 700 वर्ष पहले लिख करके रखा कि परमेश्वर हमारे अपराधों को समुद्र की गहराई में डाल देते हैं। അനേകം വർഷങ്ങൾക്ക് മുമ്പേ മീഖാ പ്രവാചകൻ ദൈവവചനത്തിൽ എഴുതി വെച്ചു, നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ട് കളയുന്നു. मैं किसके लिए प्रभु का धन्यवाद करूं? ഞാൻ എന്തിനു വേണ്ടി ദൈവത്തിന് സ്തുതി അർപ്പിക്കണം? 2 घंटे के बाद फिर भूख लगने वाला कोई स्वादिष्ट खाना देने के लिए? 2 മണിക്കൂറിന് ശേഷം വിശപ്പ് നൽകുന്നതായ സ്വാദിഷ്ടമായ ഭോജനത്തിനു വേണ്ടിയാണോ? अंश बंद करो, ध्यान दो इधर। केवल उसके लिए जो शायद एक बार नीचे गिर जाएं तो बस खत्म होने वाली एक गिफ्ट के लिए? ഒരു പ്രാവശ്യം താഴെ വീണാൽ നശിച്ചു പോകുന്ന ഒരു സമ്മാനത്തിനു വേണ്ടിയാണോ നാം ദൈവത്തെ സ്തുതിക്കുന്നത്? छोटा सा कांटा भी लग जाए पंचर होने वाली गाड़ी के लिए? ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ പോലും പഞ്ചറാകുന്ന വാഹനത്തിനു വേണ്ടിയാണോ? शायद बनते बनते में गिर जाने वाले कोई इमारत के लिए? ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ വീഴുന്ന നിലംപരിച്ചിതാകുന്ന ഒരു വീടിനു വേണ്ടിയാണോ? धूप लगने से ही काला पड़ने वाली चमड़े की चमक के लिए? വെയിലടിക്കുമ്പോൾ കറുത്തു പോകുന്ന ഈ ത്വക്കിന്റെ നിറത്തിനു വേണ്ടിയാണോ? इन किसी के लिए है? ഇതിൽ എന്തിനും വേണ്ടിയാണോ? नहीं। അല്ല. इसके लिए मैं प्रभु का धन्यवाद करूं, जरूर करें, करते रहें। ഇതിനു വേണ്ടി ദൈവത്തിന് സ്തുതിക്കാം. लेकिन मैं प्रभु का धन्यवाद इसीलिए करना चाहूंगा कि मेरे अनगिनत अपराधों को परमेश्वर ने मुझसे ऐसे दूर किया है कि ये समुद्र की गहराई में डाल दिया, जिसको हमारे परमेश्वर बाद में कभी याद भी नहीं करते हैं। എന്റെ എണ്ണിക്കൂടാത്ത പാപങ്ങളെ ആഴമേറിയ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞതായ ദൈവത്തിന്റെ മഹാകരുണയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. हालेलुया। मेरे जीवन में बहुत से पाप है। എന്റെ ജീവിതത്തിൽ അനവധിയായ പാപങ്ങളുണ്ട്. पास्टर बनने के बाद भी मेरे अंदर पाप आया। പാസ്റ്റർ ആയതിനു ശേഷവും എന്നിൽ പാപങ്ങൾ വന്നിട്ടുണ്ട്. पिछले संडे के बाद भी मेरे अंदर पाप आया। കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷവും എന്നിൽ പാപങ്ങൾ വന്നിട്ടുണ്ട്. लेकिन इन तमाम अनगिनत पापों को मेरा प्रभु मुझसे दूर किया है। എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ പാപങ്ങളെയും എന്റെ കർത്താവ് എന്നിൽ നിന്നും ദൂരെ അകറ്റി. केवल वो उसने मुझे क्षमा ही नहीं दिया, അവൻ എന്നോട് ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, परंतु अपराधों को मुझसे दूर किया। എന്നാൽ എന്റെ പാപങ്ങളെ എന്നിൽ നിന്നും ദൂരെ അകറ്റി. कितना दूर किया? എത്രയും ദൂരെ? कभी वापस मिल ना सकने वाले पूर्व पश्चिम की दूरी। ഒരിക്കലും പരസ്പരം കാണുവാൻ കഴിയാത്ത കിഴക്കും പടിഞ്ഞാറും എന്ന പോലെ. उतना गहराई में कि वापस कभी भी उखाड़ नहीं सकेंगे, उभार नहीं सकेंगे। തിരികെ ഒരിക്കലും എഴുന്നേറ്റ് വരുവാൻ കഴിയാത്ത ആഴങ്ങളിലേക്ക് അവൻ ഇട്ട് കളഞ്ഞു. आपको मालूम है अभी भी कोई समुद्रों में नष्ट हुए जहाज और जहाजों में थे करोड़ों की सोने की संपत्ति सब समुद्र में पड़े हैं। നിങ്ങൾക്കൊരുപക്ഷെ അറിയാമായിരിക്കാം, ഇപ്പോഴും സമുദ്രത്തിന്റെ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന അനേകം സ്വർണങ്ങൾ ഉള്ളതായ സാധന സാമഗ്രികൾക്ക് സമുദ്രത്തിന്റെ അടുത്തിട്ടുണ്ട്. लेकिन कोई उसको
वहां तक पहुंच के निकाल नहीं सके। എന്നാൽ അവിടെ വരെ എത്തി അതിനെ കൊണ്ടുവരുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. प्यारो, उससे भी कितने गहराई में हमारे पापों को प्रभु ने दफन कर दिया है। അതിനേക്കാളും എത്രയോ വലിയ ആഴങ്ങളിലാണ് നമ്മുടെ പാപങ്ങളെ ദൈവമാക്കിയത്. यकीन है कि हमारे पापों को प्रभु ने क्षमा ही नहीं किया परंतु हमसे दूर भी किया है, तो प्रभु का हम धन्यवाद कर നമ്മുടെ सकेंगे। പാപങ്ങളെ ദൈവം ക്ഷമിക്കുക മാത്രമല്ല, നമ്മിൽ നിന്നും ദൂരെ കളഞ്ഞതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. हालेलुया। आओ प्यारो, इस परमेश्वर की महिमा निरंतर करते रहें, उन पापों की तरफ में कभी हम न मुड़ें और परमेश्वर हमें आशीष दे। ഒരിക്കലും വിട്ടുപോയ പാപത്തിലേക്ക് തിരിഞ്ഞു പോകാതെ ഇതിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി കഴിക്കാം. निरंतर हम धन्यवादित रहें। എപ്പോഴും നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. यीशु ने क्रूस पर बहाया लहू के द्वारा हमारे पापों को मिटा डाला। യേശു ക്രിസ്തു ക്രൂശിൽ അർപ്പിച്ച രക്തത്തിലൂടെ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞു. जब नया नियम में आता है तो वही शब्द का इस्तेमाल हुआ है, he blotted out our sins। പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ശബ്ദത്തിന്റെ പ്രത്യേകമായ ഒരു ഉപയോഗം വരുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞു. Praise God। यीशु मसीह के लहू क्या करता है वो हम और कभी पढ़ेंगे। യേശു ക്രിസ്തുവിന്റെ രക്തം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീട് ഒരിക്കൽ तो ചിന്തിക്കാം. मसीह के लहू it blots out our sins, हमारे पापों को मिटा देता है। യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു. तो उद्धार के लिए प्रभु का धन्यवाद करते हुए पवित्र जीवन बिताएं। परमेश्वर हमें इन वचनों के द्वारा आशीषित करे। നമുക്ക് ലഭിച്ച രക്ഷയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനായി ജീവിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. वो ही हमारा